ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ജിഷ്ണു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാർത്തയിലേക്ക്. ഗൗതം, ഇന്ന് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഈ പുറത്തു വരുന്നതല്ലേ? തീവ്രവാദം, ഭീകരവാദം, എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ. വിശദാംശങ്ങൾ ഗൗതം. പ്രദീപിള്ള, ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഒരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയായ ഡൽഹിയിലെ 7 ലോ കല്യാൺ മാർഗിൽ നടന്നിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും ഉണ്ടായിരുന്നു. ഈ യോഗത്തിനകത്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഏത് രീതിയിലുള്ള പ്രകോപനങ്ങൾ, അത് ഭീകരവാദമായാലും അതല്ലാതെ അതിർത്തിയിൽ നടക്കുന്ന തുടർച്ചയായുള്ള പ്രകോപനങ്ങളാണെങ്കിലും അതിനെയെല്ലാം യുദ്ധത്തിൻ്റെ മുറയ്ക്ക് കണ്ടുകൊണ്ട് തിരിച്ചടിക്കുമെന്ന സന്ദേശം ഭാരതം ഒരിക്കൽ കൂടി ശത്രു രാഷ്ട്രങ്ങൾക്ക് നൽകുകയാണ്. അതായത് മുൻപ് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ചില ഏരിയകളിൽ മാത്രമായി ആക്രമണം നടത്തി അത് അവസാനിപ്പിക്കുന്ന ശൈലിയായിരുന്നുവെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. അതായത് ഏതെങ്കിലുമൊക്കെ സർജിക്കൽ സ്ട്രൈക്കോ ഒരു എയർ സ്ട്രൈക്ക് കൊണ്ടോ മാത്രമോ അവസാനിപ്പിക്കില്ല, മറിച്ച് യുദ്ധമെങ്കിൽ യുദ്ധം, ആ രീതിയിലേക്ക് ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാടുണ്ടാകും എന്ന സന്ദേശമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം പാകിസ്ഥാന് നൽകുന്നത്. മാത്രമല്ല, ഈ തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇന്നലെ രാത്രിയിലൊക്കെ നടന്നതുപോലെ മിസൈലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുള്ള പ്രകോപനം ഭാരതത്തിന് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന സന്ദേശം കൂടി പാകിസ്ഥാന് ഡൽഹി നൽകുകയാണ്. അതായത് നിലവിൽ ഡ്രോണുകൾ ഉപയോഗിച്ചും അതല്ലെങ്കിൽ സ്കാൽപ്പ് പോലെയുള്ള മിസൈലുകൾ മാത്രം ഉപയോഗിച്ചുള്ള പരിമിതമായ രീതിയിലുള്ള ആക്രമണമാണ് ഭാരതം ഇതുവരെ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സ്കാൽപ്പ് മിസൈലുകളും മറ്റും ഉപയോഗിച്ച് വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തന്നെ ആക്രമിച്ചുവെങ്കിലും പിന്നീട് ഒരു പരിധി കടന്നുകൊണ്ട്, അതായത് പാകിസ്ഥാനെ പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ളൊരു വലിയ അറ്റാക്കിലേക്ക് ഭാരതം ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ഇനിയും തുടർച്ചയായി പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യുദ്ധം എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ തിരിച്ചടിയിലേക്ക്, അതായത് പാകിസ്ഥാനെ ഒന്നാകെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വലിയ പ്രഹരശേഷി കൂടിയ അത്യാധുനിക ആയുധങ്ങൾ മുൻനിർത്തിയുള്ള പോർമുഖം തുറക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് ന്യൂഡൽഹി ഇപ്പോൾ ഇസ്ലാമാബാദിന് നൽകുന്നത്. പ്രദീപിള്ള, അതായത് ഗൗതം, ഇനി ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാൽ പാകിസ്ഥാന്റെ സർവനാശത്തിന് കണക്കാക്കിക്കൊണ്ടുള്ള യുദ്ധത്തിലേക്ക് ഭാരതം കടക്കും എന്ന കൃത്യമായ മുന്നറിയിപ്പല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ഭാരതത്തിന്റെ ഭരണ നേതൃത്വം നൽകിയിട്ടുള്ളത്? ഗൗതം, ജിഷ്ണു, അത് തന്നെയാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പാകിസ്ഥാന്റെ 4 എയർ ബേസുകൾക്കും അതോടൊപ്പം തന്നെ ചില സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകളും മിസൈലുകളും ഭാരതം തൊടുത്തുവിട്ടിരുന്നു. അത് കൃത്യമായി പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ നടത്തിയ ചില പ്രകോപനങ്ങൾക്കുള്ള മറുപടിയാണ്. അത് പരിമിതമായ രീതിയിൽ തന്നെയാണ് ഭാരതം ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും തുടർച്ചയായുള്ള രാത്രികളിൽ ഇത്തരം പ്രകോപനങ്ങൾ തുടർന്നാൽ, പ്രത്യേകിച്ച് ഇന്നലെ പാകിസ്ഥാൻ അവരുടെ ഫത്ത എന്ന ഒരു മിസൈല് രാജ്യ തലസ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് തൊടുത്തു എന്ന ഒരു വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകം രൂപപ്പെട്ടിരുന്നു. അതേതാണ്ട് ഡൽഹിക്ക് 240 കിലോമീറ്റർ അകലെ സിർസയിൽ, ഹരിയാനയിലെ സിർസയിൽ വെച്ച് ആ മിസൈൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തു. അതായത് ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ അത്തരം ഒരു മിസൈൽ തൊടുത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം പ്രകോപനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ തോതിലുള്ള തിരിച്ചടിക്ക് ഭാരതം സജ്ജമാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ഭാരതത്തിന്റെ പക്കലും ഇത്തരത്തിലുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും മറ്റുമുണ്ട്. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ 2500 കിലോമീറ്ററിന്റെ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഉള്ളതെങ്കിൽ ഭാരതത്തിന്റെ കയ്യിൽ ഭൂഖണ്ഡാന്തര മിസൈലായിട്ടുള്ള അഗ്നി ഉൾപ്പെടെ നമ്മുടെ പോർമുഖത്തുണ്ട് എന്ന കാര്യം പാകിസ്ഥാന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നിപ്പോൾ ഈ ഡൽഹിയിൽ ഭരണ നേതൃത്വം നൽകുന്ന സന്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ നേതൃത്വം ഇരുന്ന് ചർച്ചയിലാണ്. ഇത്തരത്തിൽ ഇനിയും ഒരു അനാവശ്യമായ പ്രകോപനങ്ങൾ ഒരു പരിധി കടന്നാൽ അത് യുദ്ധത്തിലേക്ക് ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പൂർണ്ണമായി തന്നെ പാകിസ്ഥാനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് കടക്കണം എന്ന വികാരം നേതൃത്വത്തിനിടയിൽ രൂപപ്പെട്ടത്. ജിഷ്ണു.